അങ്ങനെ നമ്മുടെ അവിനാഷ് ഭയ സുഭാഷ് ഏട്ടനെയും കൂട്ടിയിട്ട് നേരെ അവൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് നമ്മുടെ ചാന്ദിനിയോട് ഒരു ചായ എടുക്കാൻ പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ അവിനാഷിനോട് പറയുന്നുണ്ട്, എനിക്ക് ഇതൊരു വിഷമമല്ല, ഇനി എൻ്റെ മനസ്സിൽ മുഴുവൻ ചിന്ത ഹരീഷിൻ്റെ കല്യാണം വേഗം എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണം, ഞാൻ അതെന്തായാലും അവനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അവിനാഷ് ഭയ്യ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയൊന്നും കിട്ടില്ലടാ, നിനക്കറിയാലോ ഇപ്പം എത്രമാത്രം പ്രശ്നം ഉണ്ടായി എന്നൊക്കെ അറിയാലോ, എല്ലാ കാര്യവും നിനക്ക് അറിയാലോ, ഇനി എനിക്ക് കല്യാണം വേണ്ട, ഒന്നും വേണ്ട, എത്രയോ ആൾക്കാർ കല്യാണം കഴിയാതിരിക്കില്ലേ, ഞാൻ അതുപോലെ ഇരുന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അവിനാഷ് പെട്ടെന്ന് നമ്മുടെ സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ അനിയത്തിയെ കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടന് വല്ലാത്ത സന്തോഷം, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ നമ്മുടെ അവിനാഷിനോട് പറയുന്നുണ്ട്, എന്താ നീ പറയണതെന്ന് പറയുന്നുണ്ട്. അതെ, ഞാൻ ഇത് എത്രയോ പ്രാവശ്യം ഞാൻ സുഭാഷ് ഏട്ടനോട് സൂചിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങളത് തമാശ രീതിയിൽ വിട്ടിട്ടുണ്ട്, ഞാൻ അവളെ അവിടേക്ക് കൊണ്ടുവന്നത് തന്നെ അവൾക്കൊരു നല്ല ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചാന്ദിനിക്ക് ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത നാണം വരുന്നുണ്ട്. നമ്മുടെ സുഭാഷ് ഏട്ടൻ ചാന്ദിനിയെ നോക്കുന്ന സമയത്ത് നമ്മുടെ ചാന്ദിനി ഉള്ളിൽ പോയിട്ട് ജനൽ കൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. എന്തായാലും സുഭാഷ് ഏട്ടൻ വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട്. സൈക്കിളിൽ പോണ സമയത്ത് മുഴുവൻ ചിന്ത ഈ ചാന്ദിനിയുടെ മുഖം, അവളുടെ ഓരോ ഭാവങ്ങൾ മാത്രമാണ്. എന്തായാലും സുഭാഷ് ഏട്ടൻ വീട്ടിലേക്ക് എത്തേണ്ട, എല്ലാവരും സുഭാഷ് ഏട്ടനെ വെയിറ്റിംഗ് ആണ്. സുഭാഷ് ഏട്ടനെ കാണാത്തതുകൊണ്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടനാണെങ്കിലോ മനസ്സിൽ മുഴുവൻ സന്തോഷം കൊണ്ടും ചിരിച്ചിട്ടും ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് ഇനി വിചാരിക്കുന്നത്, എന്താ സുഭാഷ് ഏട്ടൻ ദുഃഖമായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സന്തോഷിച്ച് നടക്കണേ, എനിക്ക് മനസ്സിലാവണില്ല എന്നൊക്കെ വിചാരിക്കേണ്ടത്. എന്തായാലും നമ്മൾ സുഭാഷ് ഏട്ടൻ പറഞ്ഞിട്ട് എല്ലാവർക്കും കഴിക്കുക, ഭക്ഷണം നിങ്ങൾ വാങ്ങിയെന്നല്ല പറയണേ, വരും എല്ലാവർക്കും ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് കഴിക്കുന്നത്. നമ്മുടെ സുഭാഷ് ഏട്ടൻ ചാന്ദിനിയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഓക്കെ അല്ലേ ചോദിക്കുന്നുണ്ട്. ആ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ സുഭാഷ് ഏട്ടൻ ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി വിചാരിക്കുന്നുണ്ട്, വിഷമം കൊണ്ട് വല്ല വട്ടായോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഭാസ്കരൻ പുറത്തിരുന്ന് പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പുറത്തേക്ക് പോകുന്നുണ്ട്. അച്ഛൻ ഭക്ഷണം കഴിച്ചില്ലേ ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയണം. നമ്മുടെ സുഭാഷ് ഏട്ടൻ വേഗം ഉള്ളിൽ പോയിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് വന്ന് നമ്മൾ ഭാസ്കരന് കൊടുക്കുന്നുണ്ട്. ഭാസ്കരന് പറയുന്നുണ്ട്, എടാ നീ ഇത് ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട, ഇതൊക്കെ വിട്ടുകള, ദൈവം ഈ വിവാഹം നിശ്ചയം നടത്തിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും നിനക്ക് നല്ലത് ദൈവം കരുതിയിട്ടുണ്ട്, അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറയുന്നത്. നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയേണ്ട ആയിക്കോട്ടെ അച്ഛാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ ചോദിക്കേണ്ടത്, കുറച്ച് കുടിക്കണോ, നിൻ്റെ മനസ്സ് വിഷമം മാറും എന്ന് പറയുന്നത്. അതിന് എനിക്കൊരു വിഷമവും ഇല്ല, ഞാൻ ഇവിടെ ഇരുന്ന് അച്ഛൻ ഓരോന്നും പറയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഉള്ളിൽ പോവാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം, നമ്മുടെ നിധി ബെഡ്റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കേണ്ടത്, എന്താ സുഭാഷ് ഏട്ടനെ പറ്റി, എന്തായാലും നമുക്ക് സുധീഷിനോടൊന്ന് സംസാരിച്ചാക്കാമെന്ന് വിചാരിച്ചിട്ട് സുധീഷിനെ വിളിക്കുന്നുണ്ട്. സുധീഷിനോട് പറയുന്നുണ്ട് ബെഡ്റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് ആണെങ്കിൽ വേണ്ടാത്ത വിചാരിക്കുന്നുണ്ട്. സുധീഷ് വേഗം സ്പ്രേ എടുത്തിട്ടുണ്ട്, പൗഡർ അടിക്കുന്നുണ്ട്, മുടി ചെയ്യുന്നുണ്ട്. സന്തോഷം കൊണ്ട് എന്തിനാന്നാവോ നിധി ബെഡ്റൂമിലേക്ക് വിളിക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നിധിയുടെ അടുത്തേക്ക് പോണ സമയത്ത് നമ്മുടെ സുധീഷിനോട് നമ്മുടെ നിധി പറയുന്നുണ്ട്, എനിക്ക് സുഭാഷ് ഏട്ടനെ കുറിച്ചാണ് പറയാനുള്ളത്, എന്താ ഏട്ടൻ ഇങ്ങനെ ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണേ, എന്തൊക്കെയോ ഏട്ടന് വല്ലാതെ മനസ്സ് വിഷമമുണ്ട്, ഏട്ടൻ്റെ മനസ്സ് ആകെ താളം തെറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് രാത്രി മുഴുവൻ നിങ്ങൾ സുഭാഷ് ഏട്ടനെ നേരെ നോക്കണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷ് പറയേണ്ട ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പുറത്ത് വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷും എല്ലാവരും കൂടി കടന്ന് ഉറങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷും നികേഷും സുധീഷും കൂടി പറയുന്നുണ്ട്, ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് മൂന്നാൾക്ക് ഉറക്കമൊഴിച്ചിട്ട് നമുക്ക് ഏട്ടനെ നോക്കിയേ പറ്റും, ഏട്ടൻ എവിടേക്കെങ്കിലും നീട്ട് പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറഞ്ഞാൽ എല്ലാവരും 2 മണിക്കൂർ ഉറക്കം കഴിഞ്ഞിട്ട് ഏട്ടനെ നോക്കാമെന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ ടേൺ നമ്മുടെ ഹരീഷിൻ്റെയാണ്. ഹരീഷ് 2.5 മണിക്കൂർ ഉറക്കം കഴിഞ്ഞിട്ട് നമ്മുടെ സുധീഷിനെ വിളിക്കേണ്ടത്. സുധീഷ് ആണെങ്കിൽ നീക്കില്ല. പിന്നെ നികേഷിനെ വിളിക്കേണ്ടത്, നികേഷും എണീക്കില്ല. എന്തായാലും നമ്മുടെ ഹരീഷിനാണെങ്കിൽ പ്രാന്ത് വന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ വന്നിട്ട് പുതപ്പൊക്കെ ഇട്ടിട്ട് അവിടെ കടന്നുറങ്ങുന്നുണ്ട്. ഏട്ടൻ പോണ സമയത്ത് ഏട്ടനെ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട്. ഹരീഷ് ഇവിടെ കിടക്കണം കണ്ടിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇവിടെ വന്ന് കിടന്നേ, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ല, ഇവരൊക്കെ 2 മണിക്കൂർ കഴിഞ്ഞ് നീക്കാൻ പറഞ്ഞിട്ട് ഇവരാരും നീട്ടില്ല, ഞാൻ എന്നെ ഫുള്ള് ഉറക്കം ഒഴിക്കേണ്ടി വന്നു, അപ്പോൾ എനിക്ക് പ്രാന്ത് വന്നിട്ട് നമ്മൾ ഉമ്മർത്ത് വന്നിട്ട് ഒന്ന് വിരിച്ച് കിടന്നതാ ഏട്ടാന്ന് പറയണ്ട. അതിന് എന്താടാ ഇപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടായത്, നിങ്ങൾ എവിടേക്കെങ്കിലും നീട്ട് പോയോ പേടിച്ചിട്ടാണെന്ന് പറയണ്ട. ഇനി ഞാൻ എവിടേക്കും പോയില്ലാടാ, നിങ്ങൾ ഇങ്ങനെ എന്തിനാ പേടിക്കണേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷിനാണെങ്കിൽ ഒരു സംശയം, എന്തുകൊണ്ടാണ് ഏട്ടൻ ഇങ്ങനെ ഒരു സന്തോഷം, ഒരു ഭാവ വ്യത്യാസവും ഇല്ല, എന്തായാലും ഞാൻ പോയിട്ട് അവിനാഷ് ഭയ്യെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിനാഷിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ നമ്മുടെ ചാന്ദിനി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷിന് സഹിക്കാൻ പറ്റാത്ത അവിനാഷിനോട് ചോദിക്കുന്നുണ്ട്, അവിടെ സുഭാഷ് ഏട്ടനും ചിരിക്കുന്നുണ്ട്, ഇവിടെ ചാന്ദിനിയും ചിരിക്കുന്നുണ്ട്, എന്താ പ്രശ്നം, ഇവർക്ക് രണ്ടാൾക്കും നിങ്ങൾ എന്ത് ഗുളികയെ കൊടുത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അവിനാഷ് ഭയ്യ എല്ലാം പറഞ്ഞിട്ട്, ഞാൻ എൻ്റെ പെങ്ങളെ നിങ്ങളെ സുഭാഷ് ഏട്ടന് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷിനാണെങ്കിൽ വല്ലാതെ സന്തോഷം വരുന്നുണ്ട്. ഇത്രയും കാലം ഞങ്ങൾ തെരഞ്ഞു നടന്ന എൻ്റെ എഴുത്തിയമ്മ ഇവരാണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സുധീഷ് ചിരിക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.